ഹേ ഗായ്സ്, നമ്മൾ ഇന്ന് കുറ്റവും നല്ലതും പറയാൻ പോകുന്നത് IQ-C10R പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പോസിറ്റീവ് നമ്പർ 1, ഇത് ലൈറ്റ് വെയ്റ്റ് സ്ലീക്ക് ഫോണാണ്. അത് തന്നെ ഗൈസ്, നിങ്ങൾ കേട്ടാൽ ഒരു വ്യത്യാസവും ഇല്ല. ഇതിന് വെറും 186 ഗ്രാംസേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ഫോണാണ് ഐക്യുക്കാർ തരുന്നത്. പോസിറ്റീവ് നമ്പർ 2, ഇതിന്റെ ചിപ്സെറ്റ് മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 7400 ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഈ 20,000 റേഞ്ചിൽ നല്ലൊരു ചിപ്സെറ്റ് എന്ന് തന്നെ പറയാം. കാരണം AnTuTu സ്കോർ ഒക്കെ നമുക്ക് 7 lakh അടുപ്പിച്ച് കിട്ടും. സോ നിങ്ങൾക്ക് ഇതൊരു ബെറ്റർ പെർഫോമൻസ് തന്നെ തരും. 3, ഇതിന്റെ ഒരു ഡ്യൂറബിലിറ്റി. ഇത് മിലിറ്ററി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റൻസും SGS ഡ്രോപ്പ് റെസിസ്റ്റൻസും അപ്രൂവൽഡ് ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഫോൺ ഒന്ന് അറിയാണ്ട് താഴെയൊക്കെ വീണെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. ചന്നം പിന്നം താഴെ വീണാലും ഒന്നും സംഭവിക്കത്തില്ല എന്നാണ് ഐക്യുക്കാർ പറയുന്നത്. എന്നും പറഞ്ഞ് നിങ്ങൾ പരീക്ഷിക്കാൻ പോരുത്. എന്തെങ്കിലും സംഭവിച്ചാൽ ഐക്യുക്കാർ അത് തലയിൽ എടുക്കത്തുമില്ല. 4, ഇന്ത്യയിലെ തന്നെ സ്ലിമ്മസ്റ്റ് കോർ കർവ്ഡ് ഡിസ്പ്ലേ തരുന്ന ഒരു ഫോണാണ് IQ-C10R. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോർ കർവ്ഡ് ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സുവർണ അവസരമാണ് ഐക്യുക്കാർ തരുന്നത്. അത് മാത്രമല്ല, HDR10+ നമുക്ക് യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലും അവൈലബിൾ ആണ്. പല ഫോണുകളിലും HDR നമുക്ക് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞാലും നെറ്റ്ഫ്ലിക്സിലൊന്നും കിട്ടാറില്ല. 5, ഇതിന്റെ ക്യാമറ. ഈ പ്രൈസ് റേഞ്ച് നല്ലൊരു ക്യാമറ സെറ്റപ്പാണ് നമ്മുടെ ഐക്യുക്കാർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മെയിൻ ലെൻസ് വന്നിട്ട് 50 MB സോണി IMX882 ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല വെൽ ഒപ്റ്റിമൈസ്ഡ് ലെൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഫോട്ടോസും നല്ല വീഡിയോ ക്വാളിറ്റിയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടുന്നത്. 6, ഇതിൽ ഡയൽ പാഡ് വന്നിട്ട് ഇവരുടെ ഐക്യുക്കാരുടെ തന്നെയാണ്. സോ നമുക്ക് ഈസിലി കോള് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പുറത്തിരിക്കുന്നവരെ ഇവൻ വിളിച്ചു അറിയിക്കത്തില്ല നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യണമെന്ന്. അതാണല്ലോ ഇന്നത്തെ കാലത്ത് വേണ്ടത്, അല്ലേ? നെഗറ്റീവ്സ്. ഇവന്റെ ഫസ്റ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവന്റെ ഡിസൈൻ തന്നെയാണ്. കാരണം ഇത് കോപ്പി അടിച്ചൊരു ഡിസൈൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അതും എവിടെയെന്ന്? അവന്റെ മദർ കമ്പനി വിവോ എന്ന് തന്നെ. അത് വളരെ മോശമായി പോയി. 2, ഇതിന്റെ ഹാപ്റ്റിക്സ്. അത് എല്ലാവർക്കും ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷെ ഇപ്പൊ ഹാപ്റ്റിക്സ് യൂസ് ചെയ്യുന്നവരാണ് എങ്കിൽ ഇത് കുറച്ച് ഹാർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. 3, ഇതിൽ NFC അവൈലബിൾ അല്ല. അതെനിക്ക് വളരെയധികം ഒരു 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 തെറ്റായിട്ട് തോന്നി. കാരണം ഇന്നത്തെ എല്ലാവരും ഓൺലൈൻ ജനറേഷൻ ആകുമ്പോൾ അതുവഴി പൈസ അടയ്ക്കുകയും പൈസ വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ NFC ഇല്ലാത്തത് എനിക്ക് വളരെ മോശമായിട്ട് ഫീൽ ചെയ്തു. അതും കൂടെ ഒന്ന് വെച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. 4, ഇതിൽ കുറേ ബോട്ട് വെയേഴ്സ് ഉണ്ട്. എന്തിനാണ് ഏതിനാണെന്നൊന്നും അറിയത്തില്ല. എങ്കിലും കുറേ ബോട്ട് വെയേഴ്സ് ഇതിൽ ആപ്ലിക്കബിൾ ആണ്. പിന്നെ അതുകൊണ്ട് നമുക്ക് വലിയ ശല്യമൊന്നുമില്ല. വേണ്ടാത്തതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. പക്ഷെ നമ്മൾ നെഗറ്റീവ്സ് പറയുമ്പോൾ പറയുന്നോലൂ. 5, ഇതിന്റെ ക്യാമറ സെറ്റപ്പ് ഭയങ്കര സൂപ്പറാണ് എങ്കിലും ഇതിൽ നമുക്ക് അൾട്രാ വൈഡ് ലെൻസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതൊരു മോശമായിട്ട് പറയണ്ട. പക്ഷെ ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ വീഡിയോസ് എടുക്കുമ്പോൾ ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. സോ അത് എനിക്കൊരു നെഗറ്റീവായിട്ട് തന്നെ തോന്നി. 6, ഇതിന്റെ ഓറ ലൈറ്റ് നമുക്കൊരു ഓറ തന്നെയാണ് തരുന്നത്. പക്ഷേ ഇതിലാകെ ഒരു കളറേ ഉള്ളൂ. ഒരു 3 കളർ തരാമായിരുന്നു. കുറച്ച് അഹങ്കാരമായി പോയെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് തെറ്റില്ലല്ലോ. കാരണം 20K അണ്ടറിൽ നമുക്ക് ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഫോൺ തരുമ്പോൾ ഒരു ഓറ ലൈറ്റ് 2 കളറും കൂടെ എക്സ്ട്രാ ചോദിക്കുന്നത് തെറ്റാണോ? അല്ല. ആണോ? അല്ല. സോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.